ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുധീഷ് മംഗലശ്ശേരി. ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം. ഇത് അങ്കിൾ വന്നപ്പോൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയാണിത്. അപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്സും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വൈൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പണർ വേണം. നമ്മുടെ ഇവിടെ പ്രദേശപരമായിട്ട് അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഷോയിൽ നിന്ന് ഒരു വൈൻ ഓപ്പണറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ വൈൻ എങ്ങനെയാണ് ഈ ഓപ്പണർ വെച്ച് ഓപ്പൺ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വൈൻ ഓപ്പണർ ഇത്രയും വലിയ കത്തിയൊന്നും വേണ്ട, ചെറിയ കത്തി കിട്ടിയില്ല, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ടു കാണും ഇതുപോലത്തെ വൈൻ ഓപ്പണർ. തൊടാം. ഇത് വൈൻ ഓപ്പണർ മാത്രമല്ല, നമുക്ക് ബിയർ ഓപ്പണും ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് നിങ്ങളെല്ലാം കാണിച്ചു തരാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ സാധാരണ ഇങ്ങനെയുള്ള ഒരു മെഷീൻ കൊണ്ടിട്ട് വൈൻ ഓപ്പൺ ചെയ്യാനായിട്ട് അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് അറിയാൻ പാലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്കെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് ഒരു പേപ്പറിൻ്റെ കണ്ടല്ലോ നിങ്ങൾ, ഈ പേപ്പർ വശം കീറുന്നത് ശരിക്കും ഒന്നെങ്കിൽ നമുക്ക് ഈ വശം കൊണ്ട് ഇങ്ങനെ കീറിയെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും ആ പേപ്പർ വശം കീറിയതിന് ശേഷം അതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ സാധനം. ഇതാണ് കോർക്ക്. നമ്മൾ പണ്ട് കാലം മുതലേ കോർക്ക് കേട്ടിട്ടുണ്ട്, കോർക്കുള്ള കുപ്പികളും കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. കുറേ രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ തന്നെയാണെങ്കിലും പല രീതിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു രീതിയാണ് ഇങ്ങനെയുള്ളത് മെഷീൻ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇതുണ്ട്, ഈ കോർത്ത വശമില്ല, ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് ഇതുണ്ട് കോർക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കുപ്പി ശക്തിയായിട്ട് പിടിക്കുക. എന്നിട്ട് ആദ്യം ഇത് തിരിച്ച് ഇങ്ങനെ പിടിച്ച് ഇതാണ് അകത്തേക്ക് നമ്മളകത്തേക്ക് ഇതുപോലെ കയറണം. ഇങ്ങനെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലത്തെ അത് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് പിടിച്ചിട്ട് വേണം അത് ആദ്യം ഒന്ന് കുത്തി വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാനായിട്ട്. ഇത്രയും തിരിച്ച് ഇനി നമുക്ക് ഓൾറെഡി ഇത് കണ്ടോ, ഇതിങ്ങനെ പതുക്കനെ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പൊങ്ങിപ്പോയി. ഞാൻ കുപ്പി തിരിച്ച് കാണിക്കുന്നത് വെറുതെ തിരിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഇതിങ്ങനെ വെറുതെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കോർക്ക് പൊങ്ങിപ്പോരും. കോർക്ക് പൊങ്ങിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ തിരിച്ച് ഇത് എടുക്കാവുന്നതാണ്. ഇത്ര സിമ്പിളായിട്ട് എടുക്കേണ്ട. നമ്മളെടുത്ത കോർക്കാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നോക്കാം. എൻ്റെ കളറൊന്നും അറിയാൻ വേണ്ടിയിട്ടാണേ. ഇത്ര ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വൈൻ കുടിക്കുന്നവരെയും ട്രൈ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. വൈൻ ബോട്ടിൽ എപ്പോഴെങ്കിലും ഇതുപോലെ കോർക്കുള്ള വൈൻ ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മെഷീനോ അതല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. വേറെ രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ കോർക്കെടുത്ത വൈൻ ബോട്ടിലാണ് ഈ കാണുന്നത്. ഒരല്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. വൈൻ നമുക്ക് പണ്ട് ക്രിസ്മസിനൊക്കെയാണ് നമുക്ക് വീടുകളിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് വൈൻ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ്. ഇതിപ്പോൾ സ്പെഷ്യൽ വൈനാണ്, ഫ്രാൻസിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വൈൻ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ ഇത് വൈനാണെങ്കിൽ പോലും നമ്മളിത് കഴിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല. പിന്നെ ഈ വൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെയും
ഒന്നും ഇതുപോലത്തെ സാധനങ്ങൾ കഴിക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഓക്കെ.